ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മെ മാത്രമല്ല കുറ്റപ്പെടുത്താൻ നോക്കിയവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും യേശു അത്ഭുതം ചെയ്യുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഒരു പള്ളിയിൽ യേശു ഉപദേശിക്കുന്ന സമയത്ത് വരണ്ട കൈ ഉള്ളൊരു മനുഷ്യനെ കണ്ടു. ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് നോക്കിക്കൊണ്ടിരുന്നു. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും വിചാരങ്ങളെ അറിഞ്ഞിട്ട് യേശു കർത്താവ് വരണ്ട കൈയുള്ള മനുഷ്യനോട് നടുവിൽ നിൽക്ക എന്ന് പറഞ്ഞു. വരണ്ട കൈയുള്ള മനുഷ്യനെ യേശു സൗഖ്യമാക്കിയാൽ മതിയായിരുന്നു. എന്നാൽ പള്ളിക്കകത്ത് വരണ്ട കൈയുള്ള മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയതിൻ്റെ പുറകിൽ അവനെ മാത്രമല്ല യേശു നോക്കിയത്, തന്നെ കുറ്റപ്പെടുത്തുവാൻ നോക്കിയ ആളുകൾ അവിടെയുണ്ട്. കുറ്റപ്പെടുത്താൻ നോക്കിയവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അവർക്ക് പ്രതിയോഗിക്ക് ഒരു വാക്കുപോലും എതിര് പറയാൻ അവസരം കൊടുക്കാതെ കർത്താവ് അവരുടെ നടുവിൽ അവനെ സൗഖ്യമാക്കിയെങ്കിൽ നിൻ്റെ ജീവിതത്തിലും നിന്നിലും ഒരു പ്രവൃത്തി വെളിപ്പെടുത്താൻ കർത്താവ് മതിയായവനാണ്. ഗോഡ് ബ്ലസ് യു ഓൾ.